എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടും നമുക്ക് യാതൊരു വിലയും തരാത്ത ചിലരുണ്ട്, അല്ലെങ്കിൽ നമ്മളെ തിരിച്ച് സ്നേഹിക്കാത്തവരുണ്ട്. അതുമല്ലെങ്കിൽ നമുക്ക് അവരുടെ ലൈഫിൽ യാതൊരു പ്രയോറിറ്റിയും യാതൊരു വിലയും തരാത്ത ചില മനുഷ്യരുണ്ട്. അത്തരക്കാരുടെ അഹങ്കാരത്തെ തകർക്കാനുള്ള ട്രിക്കുകളാണ് പറയാൻ പോകുന്നത്. ഒരിക്കലും നന്നായിട്ട് പോകുന്ന റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്കൂടെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്ത് അത് കുളവാക്കിയേക്കല്ല്. പലരും നോ കോൺടാക്ട് റൂളിനെ കുറിച്ചൊക്കെ ഒരുപാട് സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ നോ കോൺടാക്ട് റൂൾ പോലും ഒരിക്കലും നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പിൽ ഒന്നും കൊണ്ട് അപ്ലൈ ചെയ്തേക്കില്ല. അപ്പോൾ അവർ നിങ്ങളെ അവഗണിക്കുന്നു എന്ന് തോന്നുമ്പോൾ, അല്ലെ അവർ നിങ്ങൾക്ക് ഒരു വിലയും തരുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള ട്രിക്കുകളും സൂത്രങ്ങളും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്സ് ഒക്കെ തകർന്നു പോകാനായിട്ട് ഇടയാവും. അപ്പോൾ ഇത് സൂക്ഷിച്ച് മാത്രം, വിവേകത്തോടെ മാത്രം ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ചാനൽ ഫോളോ ചെയ്തിട്ടില്ലേ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് ആ ബെല്ലൈക്കണോടെ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഒന്നാമതായിട്ട്, നമുക്ക് യാതൊരു വിലയും തരാതെ നമ്മളെ അവഗണിക്കുന്നവരോടൊക്കെ സംസാരിക്കുമ്പോൾ, ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഫോളോവർ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ ഫോളോവർ ടൈപ്പ് ക്വസ്റ്റ്യൻസോ ഒന്നും ചോദിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒരു ഫോളോവർ സ്റ്റൈലായിരിക്കരുത്. മറിച്ച് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ അവിടെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലായിരിക്കണം. ഒപ്പം തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റും എല്ലാം അതൊരു ലീഡർഷിപ്പ് ടൈപ്പിലായിരിക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു യുവാവ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് പറയുകയാണ്, ശനിയാഴ്ച എനിക്ക് സിനിമ കാണാൻ പോകണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തോട്ടെ. അങ്ങനെ ഞാൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നീ കൂടെ എൻ്റെ കൂട്ടത്തിൽ വരുമോ? അന്ന് ഫ്രീ ആണോ? അപ്പോൾ ഈ രീതിയിൽ യാചനാ രൂപത്തിൽ ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു ഫോളോവർ സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പം ഇവർ ഓൾറെഡി നിങ്ങളെ അവഗണിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു വിലയും തരാത്ത രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അവരുടെ ഈഗോ കൂടാനായിട്ട് തുടങ്ങും. അവർക്ക് കൂടുതൽ അഹങ്കാരം വരാൻ തുടങ്ങും. അപ്പോൾ അവർ പറയും, അല്ല എനിക്കൊന്നും വരാനൊന്നും പറ്റത്തൊന്നുമില്ല, നീ വേണേൽ തന്നെ വെക്കുമോ, അല്ലെങ്കിൽ അന്ന് എനിക്ക് വരാൻ സൗകര്യമില്ല എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുന്ന ഉടനെ ഈ ഒരു ഫോളോവർ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന പയ്യനാണെങ്കിൽ ഉടനെ പറയും, അയ്യോ എന്നാൽ നിനക്ക് ശനിയാഴ്ച പറ്റത്തില്ല, ഞാൻ എന്നാൽ ഞായറാഴ്ചത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അന്നും അസൗകര്യമാണെങ്കിൽ അന്ന് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ ഇവൻ തന്നെ അടുത്ത ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈലിലായിരിക്കണം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബിഹേവിയർ സ്റ്റൈലും ഒക്കെ. സിനിമ കാണാൻ വരാവോ അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് അങ്ങനെയൊന്നും അല്ല ചോദിക്കേണ്ട. മറിച്ച് നമ്മൾ പറയുക, ശനിയാഴ്ച ഞാൻ ഫ്രീ ആണ്, അന്നത്തേക്ക് ഞാൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്, അപ്പോൾ നീ എൻ്റെ കൂട്ടത്തിൽ വരുമല്ലോ അല്ലേ. ഇത് കേൾക്കുമ്പോൾ അതൊരു അപേക്ഷയൊന്നുമല്ല, നമ്മുടെ കൂട്ടത്തിൽ വരാനുള്ള ഒരു ആഹ്വാനമാണ്. അപ്പം വേണമെങ്കിൽ അവർക്ക് വരാം, അല്ലെങ്കിൽ വരാതിരിക്കാം. ഒരുപക്ഷെ അവരത് സ്വീകരിച്ചേക്കാം, ഒരുപക്ഷെ അവരത് നിരാകരിച്ചേക്കാം. ഇപ്പോൾ അവർ പറയുകയാണ്, അല്ല അന്ന് എനിക്ക് വരാനായിട്ട് സൗകര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നാൽ ഒരിക്കലും പറയരുത്, എന്നാൽ പിന്നെ അടുത്ത ദിവസം നമുക്ക് പോകാം, അങ്ങനെ മാറ്റി വെക്കരുത്. അപ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, ഓക്കെ അന്ന് നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, പക്ഷേ എനിക്കന്ന് പോകാതിരിക്കാൻ പറ്റത്തില്ല, അന്ന് എനിക്ക് ഫ്രീ ഉണ്ട്, അപ്പം ഞാൻ എന്താണേലും ഞാൻ പോകാൻ തീരുമാനിച്ചു, ഞാൻ അയക്കാലും ബുക്ക് ചെയ്യുകയാണ്, പോവുകയാണ് എന്നേ പറയാളൂ. അല്ലാതെ വേറെ ഒരു ദിവസം നമുക്ക് പോകാം അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത്. കാരണം നിങ്ങൾ അങ്ങനെ അവർക്ക് വേറെ ഡേറ്റ് അവിടെ കൊടുത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീണ്ടും തുള്ളാൻ പോകുമ്പോൾ അവിടെ അവരുടെ ഈഗോ കൂടി പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അവർ നിങ്ങളുടെ ലെവലിലേക്ക് വരാനായിട്ട് ഇടയാവത്തില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. അവർ പറയുന്നതനുസരിച്ച് നിങ്ങളെ വീണ്ടും തുള്ളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ തന്നെ പറയുക. അവരുടെ ഉത്തരം എന്താണെങ്കിലും നമ്മളെന്താണോ ഉദ്ദേശിച്ചത് അത് ആ രീതിക്ക് തന്നെ നടത്താനും ശ്രമിക്കുക. അപ്പോൾ ഇതൊന്നും ഒരിക്കലും നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പിൽ ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ അവഗണിക്കുകയും നമുക്ക് വില തരാത്തവരുടെ മുന്നിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് രണ്ടാമത്തെ, റിലേഷൻഷിപ്പിൽ നമ്മൾ ആർക്കും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം ഈ സെക്കൻഡ് ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ വിഡ്ഢിത്തരമാണ്. അവർ പിന്നെ നമ്മൾക്ക് യാതൊരു വിലയും തരത്തില്ല. കാരണം അവർക്ക് മനസ്സിലാവും നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ. അവർ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ തുടങ്ങും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യുവാവും യുവതിയും തമ്മിൽ പ്രണയത്തിലാവുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് ഈ യുവാവ് നോക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് താൻ ഉദ്ദേശിച്ച പോലെ ഒരു സൗന്ദര്യമൊന്നുമില്ല. അപ്പോഴാണ് വേറെ ഒരു അതിസുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ കാണുന്നത്. അപ്പം ആ പെൺകുട്ടിക്ക് ഇവനോടൊരു അട്രാക്ഷൻ ഉള്ളവൻ്റെ ഇവന് തോന്നി. അങ്ങനെ ഇവർ തമ്മിൽ മെല്ലെ വർത്താനൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ സെറ്റായി. അപ്പം ഇവന് ഈ ആദ്യത്തെ പെൺകുട്ടി ഒരു ബാധ്യതയായി. ഇപ്പോൾ ഇവളുമായിട്ടുള്ള ബന്ധം അവൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ ബന്ധം ശരിയാകത്തില്ല, ഞാൻ ബ്രേക്കപ്പ് ആവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവളുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെൺകുട്ടി ഇവനെ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവനെ വേണ്ടാന്ന് പറയുന്നു. അപ്പോൾ അവൻ അയ്യടാന്നാവുന്നു. എന്നിട്ട് അവനിങ്ങനെ പലരുടെയും പുറകെ പോയെങ്കിലും പിന്നെ ഇവന് ഒരു റിലേഷൻഷിപ്പും സെറ്റ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ പണ്ട് ഉപേക്ഷിച്ച് ആ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവളെ കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി. കാരണം ഇപ്പോൾ അവളെ കാണാൻ ഭയങ്കര ഭംഗി. പണ്ട് ആ കുട്ടി വളരെ മെലിഞ്ഞായിരുന്നിരുന്നേ, അന്ന് അവൾക്ക് വലിയ ഷേപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് അവൻ കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോകുന്നു. കാരണം ആ കുട്ടിക്ക് അത്യാവശ്യം നല്ല തടിയൊക്കെ വെച്ച് നല്ല തുടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ നല്ല ഷേപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അവൻ വിചാരിക്കുകയാണ്, ഞാനായിട്ടാണല്ലോ ഈ ബന്ധം ബ്രേക്കപ്പ് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് തന്നെ ഈ ബന്ധം പുനഃസ്ഥാപിക്കാൻ അവളോട് റിക്വസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ ഈ ബന്ധം ഇനിയും വർക്കൗട്ട് ആയേക്കാം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും പോയി അവളെ പ്രപ്പോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരുപാട് സ്നേഹിച്ച് നല്ലൊരു ബന്ധത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു കാരണവും ഇല്ലാതെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയി. കുറച്ച് കഴിയുമ്പം അവർ വന്നിട്ട് നമ്മളോട് ഈ ബന്ധം പുനഃസ്ഥാപിക്കാം എന്ന് പറയുമ്പോൾ
നമ്മൾ ഒരിക്കലും പിന്നെ അവരെ ഓക്കെ ചേട്ടാന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യരുത്, അല്ലെ ഓക്കെ മോളെ എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യരുത്. ഒരിക്കലും നമ്മളെ ഇട്ടിട്ട് പോയത് അതൊരു സ്ത്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുരുഷനായിക്കോട്ടെ, അവർ രണ്ടാമത് ഒരു പ്രാവശ്യം നമ്മുടെ അടുത്ത് വീണ്ടും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പുനഃസ്ഥാപിക്കാൻ വന്നാൽ അതിന് നമ്മൾ അനുവദിക്കരുത്. കാരണം അനുവദിച്ചാൽ നമ്മൾ വിഡ്ഢികളാവും, അല്ലെങ്കിൽ അവർ നമ്മളെ വിഡ്ഢികളാക്കും. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇവർ ഇതേ സ്വഭാവം വീണ്ടും ആവർത്തിക്കും. നമ്മളിൽ പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ നമ്മളെ വീണ്ടും പകുതി വഴിക്ക് വെച്ച് ഇട്ടിട്ട് പോകും, വീണ്ടും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതിനിൽ അവർ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പോൾ അവർ വിചാരിക്കും അതുകൊള്ളാം, അപ്പോൾ ഞാൻ ആദ്യമേ ഇവരെ ഇട്ടിട്ട് പോയിട്ടും ഇവർക്ക് ഇപ്പോഴും എന്നെ വേണം, അതായത് ഇവരെന്നെ ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഞാനില്ലാതെ പറ്റത്തില്ല, അപ്പോൾ എനിക്ക് എന്ത് വേണേലും ആവും, എന്ത് തോന്നിയാസം വേണേലും ചെയ്യാം എന്നോർത്തിട്ട് അവർ നിങ്ങളെ വീണ്ടും ദ്രോഹിക്കാൻ തുടങ്ങും. പുതിയ ആൾക്കാരെ കാണുമ്പോൾ വീണ്ടും അവരുടെ പുറകെ പോകും. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ വിവാഹശേഷമാണെങ്കിലും ഇത്തരക്കാർ നമ്മളെ കഴിഞ്ഞ് നല്ല ആൾക്കാരെ കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് സ്പാർക്കുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ അവർ വീണ്ടും വേലി ചാടാൻ തുടങ്ങും. അവിഹിതങ്ങൾക്കൊക്കെ പോകുന്ന ഇത്തരക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുമെന്നുള്ളൊരു അഹങ്കാരം പലരുടെയും മനസ്സിലുണ്ട്, പല ബന്ധങ്ങളിലും. അതുകൊണ്ടാണ് പലരും നമ്മളെ പാതി വഴിക്ക് വെച്ച് ഇട്ടിട്ട് പോകാൻ പോലും തയ്യാറാവുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരിക്കലും ഒരു ധാരണ കൊടുക്കരുത്. പ്രത്യേകിച്ച് അവർ ഒരിക്കലും ഇട്ടിട്ട് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒട്ടും കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അഹങ്കാരം വീണ്ടും വളരത്തേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒരു ചാൻസേ കൊടുക്കാതിരിക്കുമ്പോൾ അവർക്കതൊരു പാഠമാവും. അങ്ങനെ അവർക്ക് തോന്നുമ്പോൾ അവരുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് പാതി വഴിയിൽ വെച്ച് ഒരാളെ ഇട്ടിട്ട് പോകേണ്ട ഒന്നല്ല സ്നേഹബന്ധം. അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇവർക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബന്ധം തന്നെ അങ്ങ് കട്ട് ചെയ്തേക്കുക, പിന്നെ ഒരിക്കലും അനുവദിക്കാതിരിക്കുക. അപ്പോൾ അവിടെ അവരുടെ അഹങ്കാരം തന്നെയാണ് തകർന്നു വീഴുന്നത്. ഇനി മൂന്നാമതായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സ്റ്റോറീസും ഒക്കെ അവഗണിക്കുക എന്നുള്ളതാണ്. പലർക്കുള്ളൊരു സ്വഭാവമാണ്. അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള സ്റ്റോറീസ് ഇടും, അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്റ്റാറ്റസുകൾ ഇടും. അപ്പോൾ ഇതിട്ടിട്ട് ഇവരിങ്ങനെ നോക്കും ആരൊക്കെ ഇത് കണ്ടു. അപ്പോൾ അത് കണ്ടവരുടെയൊക്കെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കലാണ് പരിപാടി. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ടില്ലേ അവർക്ക് വിഷമാവും. അപ്പോൾ നിങ്ങളെ ഒരു രീതിയിലും പരിഗണിക്കാതെ നിങ്ങളെപ്പോഴും അവഗണിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ സ്റ്റോറീസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ അവരിത് അറിയുന്നുണ്ട്. അപ്പോൾ ഇവൻ എൻ്റെ സ്റ്റോറീസൊക്കെ കാണുന്നുണ്ട്, അപ്പോൾ ഇവൻ എപ്പോഴും എൻ്റെ അണ്ടറിൽ തന്നെയാണ്. അപ്പോൾ അവർ നമ്മളെ കൂടുതൽ വില കുറച്ച് കാണാനായിട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ ഒരു രീതിയിൽ ഇവരെ പരിഗണിച്ചില്ലെങ്കിലും ഇവരെൻ്റെ കാര്യത്തിൽ എപ്പോഴും നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, അപ്പോൾ എന്നെ ഇട്ടിട്ട് പോകത്തില്ല എന്നുള്ളൊരു ഫീലിംഗ് പിന്നെ ഇവർക്ക് വരും. അപ്പോൾ അവർ വീണ്ടും നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും. അതുതന്നെയല്ല, നിങ്ങൾ അവരെന്ത് പോസ്റ്റ് ഇട്ടാലും ഉടനെ പോയി ലൈക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെ അവർ പരിഗണിക്കുന്ന പോലും ഇല്ല, നിങ്ങളുടെ ഒരു പോസ്റ്റിനും അവർ ലൈക്കും തരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങോട്ട് പോയി എപ്പോഴും അവർക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അവരുടെ സ്റ്റാറ്റസ് കാണുകയും ഒന്നും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഓൺലൈനിലാണെങ്കിൽ പോലും നമ്മൾ അവർക്ക് ഒരു രീതിയിലും അങ്ങോട്ട് മെസ്സേജ് വിടാൻ പോകണ്ട എന്നുള്ളതാണ്. പിന്നെ അവരുടെ സ്റ്റാറ്റസ് ഒന്നും നമ്മൾ കാണാതിരിക്കുകയും അവരുടെ പോസ്റ്റുകളൊന്നും നമ്മൾ ലൈക്ക് ചെയ്യാതിരിക്കുകയും കമൻറ്റ് ചെയ്യാതൊക്കെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് തന്നെ സംതിങ് റോങ് എന്ന് തോന്നി തുടങ്ങും. അപ്പം ഇവൻ്റെ മേലുള്ള ഗ്രിപ്പ് പോയി തുടങ്ങിയോ, അപ്പോൾ ഇവൻ്റെ മേലുള്ള ഒരു കൺട്രോൾ പോയി തുടങ്ങിയോ, അല്ലെങ്കിൽ ഇവരെന്നെ ഇട്ടിട്ട് പോവുമോ എന്നുള്ളൊരു പേടി ഇവർക്കും വരാൻ തുടങ്ങും. അങ്ങനെ വരാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും അവർ മെല്ലെ അവരുടെ അഹങ്കാരമൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കയറി കണ്ടിട്ട് അത് ലൈക്ക് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറീസിനൊക്കെ കമൻറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങും എന്നുള്ളത്.